സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തില് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് എഴുതുന്നതാണ്, പറയുന്നതാണ് ടൈം മാനേജ്മെന്റ്. ഓക്കെ. അതല്ലാതെ ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്തിട്ടേ കിടക്കൂ, ഇന്നത് ചെയ്തിട്ടേ ആ ഉറങ്ങൂ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുവോ? നമ്മൾ ഇതുവരെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കൂട്ടുകാരോട് ഒരാഴ്ച കറങ്ങാൻ പോകില്ല, ആ സിനിമയ്ക്ക് പോകില്ല, വെറുതെ ദൂർത്തടിച്ച് സമയം കളയില്ല, ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ നോ പറയാൻ പഠിക്കണം. ചെയ്യില്ല എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ മാറ്റി നിർത്താനായിട്ട് പറ്റണം. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിൽ പെട്ടെന്നൊരു ടൗൺ ടൗൺ സൗണ്ട് കേൾക്കുക. പിന്നെ നമ്മൾ അതെടുക്കും, അത് തോണ്ടും, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും, പിന്നെ കുറച്ച് റീല് നോക്കും, പിന്നെ അത് കഴിഞ്ഞ് താഴെ കുറച്ച് പരസ്യം വരും, അത് ക്ലിക്ക് ചെയ്യും, അത് നമ്മളെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. പിന്നെ അവിടെ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. അതിന്റെ ബേസിൽ എത്രയോ സമയം പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ അവിടെ വെക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ഒരു ടോൺ ടോൺ, ഹായ് ബാഡി. പിന്നെ ബാക്കി കാര്യം, ബാക്കിയുള്ള സമയം അവരായിരിക്കും മാനേജ് ചെയ്യുന്നത്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ആ ആ ഫ്രണ്ട്ഷിപ്പ് വേണം, അതിനിടയിൽ എന്റർടൈൻമെന്റ് വേണം, ഇതൊക്കെ ഓക്കെ. പക്ഷെ എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വെറുതെ ആ കറങ്ങാനും ചുറ്റിത്തിരിഞ്ഞ് നടക്കാനും പാർട്ടിക്ക് പോകാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ നമ്മൾ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരം കാണൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അൺവാണ്ടഡ് ആയിട്ടുള്ള പലതിനോടും നമ്മൾ നോ പറയാൻ പഠിക്കണം. യു മസ്റ്റ് ലേൺ ടു സേ ദ വേർഡ് നോ ടു മെനി തിങ്സ്.